ഹേ ഗൈസ്, ഇന്ന് നമ്മളൊരു ഫോണിൻ്റെ അൺബോക്സിങ് ആൻഡ് റിവ്യൂ നോക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതാണ് ഫോൺ. ഞാനിതെൻ്റെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി വാങ്ങിയതാണ്. അപ്പോൾ ഇത് നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് ഇതിൻ്റെ റിവ്യൂ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ സിറ്റുവേഷൻ ആയതുകൊണ്ട് ആദ്യം നമുക്ക് സാനിറ്റൈസ് ചെയ്തിട്ട് സാധനം എടുക്കാം. അപ്പോൾ സാനിറ്റൈസൊക്കെ ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് കവർ ഓപ്പൺ ചെയ്ത് നോക്കാം. ആദ്യത്തെ ഫോൺ റിവ്യൂ ആണ്, എങ്ങനെ ആവുമെന്ന് അറിയില്ല. മിക്കവാറും അവസാനത്തെ തന്നെ ആവും. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഫോൺ ഒപ്പോ A5 2020 മോഡൽ. പിന്നെ ഇതിന് ഞാൻ വാങ്ങിയതിൻ്റെ 3GB 64GB റാം മോഡലാണ്. അപ്പോൾ നമുക്കേതായാലും ഓപ്പൺ ആയിട്ട് ബാക്കി നോക്കാം. ഇതിനൊന്നും ആവശ്യമില്ല കോഡ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് സാധനം ഏതായാലും മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. പിന്നെ MRP എന്ന് പറയുന്നത് 14,990 രൂപ. സ്ക്രീൻ സൈസ് 6.5 ഇഞ്ച്. ഇതിൻ്റെ പാക്കിംഗ് ഒക്കെ ഭയങ്കര ടൈറ്റാണ് കേട്ടോ. സത്യം പറഞ്ഞ് ഇതെൻ്റെ അമ്മയ്ക്ക് വേണ്ടി വാങ്ങിയ ഫോണാണ്. ആമസോണിലൊക്കെ നോക്കുമ്പോൾ നല്ല റിവ്യൂസാണ് കണ്ടത്. അങ്ങനെയാണ് ഇത് വാങ്ങാൻ കാരണം. ഒപ്പോ എന്നുള്ള ബ്രാൻഡ് ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. എന്താണെന്ന് അറിയില്ല. ഏതായാലും നമുക്ക് നോക്കിയിട്ട് ബാക്കി പറയാം. എനിക്കിത് പറ്റുമെന്ന് തോന്നുന്നില്ല ഷാജേട്ടാ. ഈ ചെറിയ ബോക്സിൽ എനിക്ക് തോന്നുന്നത് ഈ ഫോണിൻ്റെ കവറാവാനാണ് ചാൻസ്. ഏതായാലും നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. യെസ്, ഫോണിൻ്റെ കവർ തന്നെയാണ്. ഒരു ട്രാൻസ്പാരൻറ്റ് കവർ ഇതിൻ്റെ കൂടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊരു നല്ല കാര്യം തന്നെ. ഇനിയിപ്പം കവറിന് വേണ്ടി ആദ്യം വേറെ നമ്മൾ ഷോപ്പിൽ കയറേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ കുറേ മാനുവൽസാണ് കിട്ടുന്നത്. അതൊന്നും ഏതായാലും നോക്കി പഠിക്കാൻ പോകുന്നില്ല, സൈഡിൽ വെച്ചേക്കാം. എനിക്കിത് പറ്റുമെന്ന് തോന്നുന്നില്ല ഷാജേട്ടാ. സത്യം പറയാമല്ലോ, ഒരു ഒന്നൊന്നര ടൈറ്റ് പാക്കിംഗ് ആയി പോയി. ഫോണൊന്നും പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അവസാനം ഫോൺ പുറത്തെടുക്കാൻ പറ്റി. ഫോണിന് നല്ലൊരു പ്രീമിയം ലുക്കുണ്ട്, അത് ഏതായാലും പറയാതിരിക്കാൻ വയ്യ. പിന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് ക്വാഡ് ക്യാമറ, 5000 mAh ബാറ്ററി, പിന്നെ ഡോൾബി അറ്റ്മോസ് സൗണ്ട്, സ്നാപ്ഡ്രാഗൺ 665. ഗൈസ്, അപ്പോൾ ഇതാണ് ഒപ്പോ A5 2020 മോഡൽ. ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഫോണിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക്. ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ വരുന്നത് 8 മെഗാ പിക്സലാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ബാക്കിൽ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റിൻ്റെ മുകളിലാണ് 3 ക്യാമറകളുള്ളത്. അതിലേറ്റവും മുകളിലുള്ള ക്യാമറ 8 മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിൾ ലെൻസാണ്. അതിൻ്റെ താഴെയുള്ളത് 12 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ. അതിന് താഴെ വരുന്നത് 2 മെഗാ പിക്സലിൻ്റെ മാക്രോ ലെൻസാണ്. പിന്നെയുള്ള ക്യാമറ എന്ന് പറയുന്നത് ഫ്ലാഷിൻ്റെ താഴെയായിട്ട് വരുന്നതാണ്. അത് 2 മെഗാ പിക്സലാണ്. പോർട്രേറ്റ് ഇമേജസിന് വേണ്ടിയാണ് അത് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ സാമ്പിൾ ഇമേജസ് ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ബോക്സിൽ ബാക്കി എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ഇതിൽ ബാക്കിയുള്ളത് ഒരു അഡാപ്റ്ററും അതിൻ്റെ ഡാറ്റ കേബിളാണ്. ഇതിൽ ഒപ്പോ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു 2 ആംപിയറിൻ്റെ ഫാസ്റ്റ് ചാർജറാണ്. ഈ കാണുന്നത് പോലെ ഔട്ട്പുട്ട് 5 വോൾട്ട് 2 ആംപിയർ എന്ന് കാണാം. പിന്നെയുള്ളത് ഒരു ഡാറ്റ കേബിളാണ്. ഈ ഡാറ്റ കേബിളും കൂടാതെ വേറെ ഇയർഫോൺ അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. നമുക്ക് ഏതായാലും ഇതൊന്ന് ഓണാക്കി നോക്കാം.
ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ്, അതായത് ഐക്കണും തീമും ഒക്കെ വളരെ ഭംഗിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നേരത്തെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഈ ഫോണിൽ 4K വീഡിയോ ഷൂട്ടിംഗ് പോസിബിൾ ആണ്. അതിൻ്റെ ഒരു സാമ്പിൾ കൂടി ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം ഇടുന്നതാണ്. അപ്പോൾ ഗൈസ്, ഈ ഫോൺ ഞാൻ വാങ്ങിയത് ആമസോണിൽ നിന്നാണ്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ എന്നല്ല. ഈ ഫോണിന് ചിലവായത് 11,000 രൂപയാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരിക്കലും ഈ ഫോൺ വാങ്ങരുത്. ഇതേ സെയിം ഫോണിൻ്റെ റേറ്റ് 13,000 രൂപയാണ് ഫ്ലിപ്കാർട്ടിൽ കാണിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ക്യാമറ ഫീച്ചേഴ്സൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നോട്. ഇതിൻ്റെ സാമ്പിൾ ഇമേജസ് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ ഗൈസ്, ഈ ഫോണിനെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഈ സിറ്റുവേഷനിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ഫോണാണെന്ന് നമുക്ക് പറയാം. എനിക്ക് തോന്നുന്നു ഇന്നത്തെ സിറ്റുവേഷനിൽ പുറത്തു പോയി വാങ്ങുന്നതിനേക്കാളും ഏറ്റവും സേഫ് ഇങ്ങനെ ഓൺലൈൻ ഡെലിവറി ചെയ്തിട്ട് ഫുള്ള് സാനിറ്റൈസൊക്കെ ഇട്ട് ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.